എഫ് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് കണ്ടിന്യൂ അവർ മാത്സ് യൂണിറ്റ്. ആർ യു റെഡി? Now you know counting, right? And you can make groups, right? Okay, so we are going to continue our next part. Okay, count and write. How many pencils are there? Can you please count with me? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, right? 10 pencils are there. Okay, so you can write 10 over there. Then how many balls are there? Yes, you can see 2 groups there, right? So you please count it separately. Okay, first you count first group, then second one. Okay, how many balls are there in the first group? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So we can write 10 here. And how many balls are there in the second group? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. So you can write 10 here. Okay, so 10 plus 10 is equal to, now you know, right? 10ന്റെ കൂട്ടങ്ങളാക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? So you please tell me 10 plus 10 is equal to 10 and 10 makes? Tell me, 10 and 10 is equal to 20, right? Now you can see 3 groups there. Okay, 3 boxes of crayons. Okay, so in the first group you can see how many crayons are there? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Okay, 10 crayons are there in the first box. And how many crayons are there in the second box? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. So 10 crayons are there in the second box. And how many crayons are there in the third box? You can see. Yes, please count with me. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. So 10 crayons are there in the third box. So how many crayons are there? 10 plus 10 plus 10 is equal to, yes, tell me, 10 plus 10 plus 10 is equal to, we can write 30, right? And now you can see so many balloons. Yes, 4 groups are here. Okay, you please count with me. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Okay, 10 balloons are here. And in the second part you can see 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 10 balloons are here. And 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 10 balloons are there in the third bunch and 10 balloons are there in the fourth bunch, right? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Right, my dear friends? Okay, so 10 plus 10 plus 10 plus 10 is equal to 40, right? നമുക്കിപ്പോൾ 10ന്റെ കൂട്ടങ്ങൾ അറിയാമല്ലേ? 10, 10നോട് ഒരു 10ഉം കൂടി ചേർന്നാൽ 20, അതിനോടൊരു 10 കൂടെ ചേർന്നാൽ 30, പിന്നെയോ അതിനോടൊരു 10 കൂടെ ചേർന്നാൽ 40, പിന്നെ അതിനോടൊരു 10 കൂടെ ചേർന്നാൽ 50, 60, 70, 80, 90 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാനാണല്ലേ ഇത്രയും എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ എല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. പിന്നെയോ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. സോ യു പ്ലീസ് ടെൽ മീ
യെസ്, യു ക്യാൻ സീ സോ മെനി ബുക്സ്, റൈറ്റ്? ഓക്കെ, നമുക്ക് ഓരോ സ്റ്റാക്കായിട്ട് ബുക്സുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം അല്ലേ? ഓക്കെ, അപ്പോഴോ കൂട്ടുകാർ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറയൂ, എത്ര സെക്ഷൻ ഉണ്ട്? 1 2 3 4 5. ഓക്കെ, ഇനി ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടെന്ന് പറയൂ. ഹൗ മെനി ബുക്സ് ആർ ഹിയർ? 1 2 3 4 5 6 7 8 9 10, right? And how many books are there in the second stack? 1 2 3 4 5 6 7 8 9 10. Okay, and in the third one, 1 2 3 4 5 6 7 8 9 10. And fourth part, you can see 1 2 3 4 5 6 7 8 9 10. Okay, and the fifth part also you can see how many books? Yes, 10, right? 1 2 3 4 5 6 7 8 9 10, right my dear friends? ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ആദ്യത്തത് പെൻസിൽസ് ആയിരുന്നു. 10 പെൻസിലുകൾ ഉണ്ടെന്ന് നമ്മൾ എണ്ണി. അപ്പോൾ അത് എത്ര ഗ്രൂപ്പ് ഉണ്ട് 10ൻ്റെ? അതിൽ 1 അല്ലേ? പിന്നെ രണ്ടാമത്തത് ബോളായിരുന്നു. അതിൽ എത്ര ഗ്രൂപ്പുണ്ട്? 2 ഗ്രൂപ്പുകളുണ്ട് അല്ലേ? അതിൽ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. സോ 10 + 10 ഈസ് ഈക്വൽ ടു 20. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് ഇൻ ദ തേർഡ് സെക്ഷൻ യു ക്യാൻ സീ ബോക്സസ് ഓഫ് ക്രയോൺസ്. സോ നമുക്ക് 3 ബോക്സുകളാണ് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ 3 ബോക്സിലും ഓരോന്നിലും 10 എണ്ണം വെച്ച് 10 + 10 + 10 ഈസ് ഈക്വൽ ടു 30 എന്ന് നമ്മൾ എഴുതി. പിന്നെയോ, പിന്നെ നമ്മളെടുത്ത് ബലൂൺസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബലൂണിൻ്റെ ഗ്രൂപ്പ്സ് കണ്ടു അല്ലേ? ഓരോന്നിലും 10 ബലൂൺ വീതമുണ്ട്. അങ്ങനത്തെ അതുപോലെയുള്ള 4 എണ്ണം ഉണ്ട്. അപ്പോൾ 10 + 10 + 10 + 10 ഈസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ബുക്സ് എത്ര സ്റ്റാക്ക് ഉണ്ട്? എത്ര ബുക്സിൻ്റെ അട്ടികൾ കാണാൻ പറ്റുന്നുണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ? അതിൽ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 + 10 + 10 + 10 + 10 ഈസ് ഈക്വൽ ടു 50 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി നമുക്ക് മഞ്ചാടിയുടെ കൂട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, ബട്ടൺസിൻ്റെ കൂട്ടം കാണാൻ പറ്റുന്നുണ്ട്, പിന്നെയോ ഇലകൾ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ കുറേ കളർ ഡോട്ട്സും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് എണ്ണി നോക്കണം. ആർ യു റെഡി? ഓക്കെ, നമുക്ക് മെല്ലെ മെല്ലെ എണ്ണി നോക്കാം. ഓക്കെ, ഇനി എന്താണ്? കുറച്ച് മഞ്ചാടികളാണല്ലേ? മഞ്ചാടികളെ കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ടല്ലേ? എത്ര കൂട്ടങ്ങളുണ്ട്? ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദർ? ടെൽ മീ, ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദർ? 1 2 3 4 5 6, right? 6 groups are there. So you please count each and every group. First group count ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 and 10. Okay, second ഗ്രൂപ്പിലോ? യെസ്, സെക്കൻഡ് ഗ്രൂപ്പിലും നമുക്ക് 10 മഞ്ചാടികൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? 1 2 3 4 5 6 7 8 9 and 10. തേർഡ് ഗ്രൂപ്പിലോ? തേർഡ് ഗ്രൂപ്പിലും 1 2 3 4 5 6 7 8 9 10 കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫോർത്ത് ഗ്രൂപ്പിലും ഫിഫ്ത്ത് ഗ്രൂപ്പിലും സിക്സ്ത് ഗ്രൂപ്പിലും എത്ര മഞ്ചാടികളുണ്ടെന്ന് കൂട്ടുകാരെന്ന് എണ്ണി നോക്കിക്കേ. എല്ലാത്തിലും 10 എണ്ണം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ 10കളുടെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? യെസ്, 6. ഓക്കെ, സോ 10 + 10 + 10 + 10 + 10 + 10 ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, 60 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബട്ടൺസ് നോക്കാം. എത്ര ബട്ടൺസ് ഉള്ള ഗ്രൂപ്പുകളുണ്ട്? 1 2 3 4 5 6 7 അല്ലേ? 7 ഗ്രൂപ്പ്സ് ഉണ്ട്.
അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ എത്ര ബട്ടണുകൾ വീതം ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൽ 10 എണ്ണം ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലോ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, തേർഡ് ഗ്രൂപ്പിലും 10 എണ്ണമുണ്ട്. ഫോർത്ത് ഗ്രൂപ്പിലോ നോക്കൂ 1 2 3 4 5 6 7 8 9 10 അല്ലേ? യെസ്, അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും എണ്ണി നോക്കണം. ഫിഫ്ത്ത് ഗ്രൂപ്പിലും 10 എണ്ണമുണ്ട്, സിക്സ്ത് ഗ്രൂപ്പിലും 10 എണ്ണമുണ്ട്, സെവൻത്ത് ഗ്രൂപ്പിലും 10 എണ്ണം വീതമുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെന്ന് എഴുതാം? യെസ്, 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 70 എന്നെഴുതാം. റൈറ്റ്? ഓക്കെ. ഇനി now tell me what is that? Leaves, right? ഓക്കെ, അപ്പം ലീവ്സിൽ കൂട്ടുകാർ കണ്ടോ? ലീവ്സ് ഒരു പ്രത്യേക രീതിയിലാണല്ലോ ഇരിക്കുന്നത്. യെസ്, ഒരു തണ്ടിൽ കുറച്ചെണ്ണം ഉണ്ട്, അപ്പുറത്തെ തണ്ടിൽ കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് എണ്ണി നോക്കിയേ, എത്ര തണ്ടുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കൂ. ഫസ്റ്റ് 1 2 3 4 5 6 7 8, റൈറ്റ്? ഓക്കെ, അതിൽ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അതുപോലെ സെക്കൻഡ് വണ്ണിലോ 1 2 3 4 5 6 7 8 9 10. തേർഡ് വണ്ണിലും 10 ഉണ്ടല്ലേ? ഫോർത്ത് വണ്ണിലും 10 ഉണ്ട്. പിന്നെ ഫിഫ്ത്ത് വണ്ണിലും 10 ഇലകളുണ്ട്. പിന്നെ സിക്സ്ത് വണ്ണിലും 10 ഇലകളുണ്ട്. ആൻഡ് സെവൻത്തിലും എയ്ത്തിലും 10 എണ്ണം വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 10 പ്ലസ് 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 10 ഈസ് ഈക്വൽ ടു 80 എന്നെഴുതാം അല്ലേ? 80. ഓക്കെ, ഇനി യു ക്യാൻ സീ സോ മെനി ഡോട്ട്സ് ഹിയർ, റൈറ്റ്? ഓക്കെ, എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം വീതമുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ ഒന്നിൽ 10 എണ്ണമുണ്ട്, അങ്ങനെ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 പ്ലസ് 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 10 ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, 90 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ കൂട്ടുകാരിപ്പോൾ ഗ്രൂപ്പ്സുകളാക്കി എണ്ണാൻ പറ്റുന്നുണ്ടല്ലേ? നന്നായിട്ട് കൂട്ടുകാർക്ക് ഗ്രൂപ്പ്സുകളാക്കി നല്ല പോലെ എണ്ണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ കുറേ വസ്തുക്കൾ എണ്ണി പരിശീലിച്ച് നോക്കണം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൂസ് കൈറ്റ് ഡ്രോ ലൈൻസ് ആൻഡ് ജോയിൻ. Number on the shirt is the number of dots on his kite. Count the dots on the kites and connect them to the strings. ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരെ? നോക്കൂ, ഇതിൽ നമ്മൾ ഷർട്ടിൽ കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ? കുറച്ച് ചിൽഡ്രൻ ആർ ദർ. സോ അവർക്ക് അവരുടെ ഷർട്ടിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ? എന്നിട്ടോ നമ്പർ ഓൺ ദ ഷർട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ഹിസ് കൈറ്റ്. അപ്പോൾ പട്ടം ആകാശത്ത് നിൽക്കുന്നുണ്ടല്ലേ? അവരുടെ കയ്യിൽ അതിൻ്റെ ചരട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ പട്ടത്തിലോട്ട് വരച്ച് യോജിപ്പിച്ച് കൊടുക്കണം. പക്ഷെ എങ്ങനെ യോജിപ്പിക്കണം? അവരുടെ ഷർട്ടിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളുടെ അതേ നമ്പർ ഡോട്ട്സുകളുള്ള കൈറ്റിലോട്ടാണ് നമ്മൾ വരച്ച് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കൗണ്ട് ദ ഡോട്ട്സ് ഓൺ ദി കൈറ്റ്സ്. ഫസ്റ്റ് ഓരോ കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടം അല്ലേ? അപ്പോൾ ഓരോ കൈറ്റിൻ്റെ ഉള്ളിലുള്ള ഡോട്ട്സും നമ്മൾ എണ്ണി നോക്കണം. കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമ്പർ ഇട്ടിരിക്കുന്നത് ആരാണോ അതിലേക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് പിങ്ക് കളറ് പട്ടം നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6
7, 8, 9, 10. ഓക്കെ, അപ്പം നമ്മൾ ആ 10 എഴുതിയിരിക്കുന്ന ബോയ് ഏതാണ്, ടീഷർട്ട് ഏതാണ്, ഇതാണല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് യോജിപ്പിച്ചു. ഓക്കെ, ഇനി നോക്കൂ, യെല്ലോ കളർ കൈറ്റ് ഉണ്ട് അല്ലേ. യെല്ലോ കളർ കൈറ്റിൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഓക്കെ, അപ്പം നമുക്ക് 40 വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു എത്ര എണ്ണം ഉണ്ട് ഡോട്ട്സ്. ഓക്കെ, ഇനി നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. സോ നമുക്ക് 50 വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കൂ, ഒരു ലൈറ്റ് കളർ ഗ്രീൻ ഉണ്ടല്ലേ. അതിൽ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. റൈറ്റ്? ഓക്കെ, അപ്പം നമ്മൾ അതിലോട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നോക്കൂ, ഒരു പർപ്പിൾ കളറ് കൈറ്റും കൂടി ബാക്കിയുണ്ടല്ലേ. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. അത് നമ്മൾക്ക് ഇതിലോട്ടും വരച്ചു യോജിപ്പിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് പട്ടമാരതയാണ്, ഫസ്റ്റ് കൈറ്റ് 10 നമ്പർ എഴുതിയിട്ടുള്ളതാണല്ലേ. ദെൻ സെക്കൻഡ് 1 40, റൈറ്റ്. പിന്നെയോ തേർഡ് 1 50. പിന്നെ ഫോർത്ത് 1 30 നമ്പറിലാണ്. ആൻഡ് ഫിഫ്ത്ത് 1 20 നമ്പറിൻ്റെ ആണല്ലേ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 10 കൊടുത്തിട്ടുണ്ട്, 30 കൊടുത്തിട്ടുണ്ട്, 60 ആൻഡ് 90 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമോ, 10, 20, പിന്നെ 20 കഴിഞ്ഞാൽ 30 അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ 40, പിന്നെ 50, ദെൻ 60, 70, 80 ആൻഡ് 90, റൈറ്റ്. അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇപ്പം പഠിക്കുന്നത്. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. കൂട്ടുകാർ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നാലേ കൂട്ടുകാർക്ക് ഇതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു.